റെനീഷ്, നവ്യ ഹരിദാസ്, പ്രകാശ് ബാബു, ഇത് വളരെ ഫ്യൂച്ചർ അസറ്റാണ്. അപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാവൂർ റോഡിൻ്റെ രണ്ട് സൈഡ്, ഇപ്പോൾ കോഴിക്കോട് നമുക്ക് കോഴിക്കോട് കുറേ കൂടി ക്ലോസ് ആയിട്ട് അറിയുന്നുണ്ട്. അത് രണ്ടും BJP സ്ലോലി വളർന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പോൾ നോക്കൂ, അവിടെ പുതിയറ, കുതിരവട്ടം, പൊറ്റമൽ, ഈ 3 ഡിവിഷൻസും BJP ആണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ ഇപ്പുറം മാവൂർ റോഡിൻ്റെ ഈ സൈഡും ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു സൗത്തിനേക്കാളും കൂടുതൽ BJPൻ്റെ ഫോക്കസ് കോഴിക്കോട് നോർത്താണെന്ന് തോന്നുന്നു. നോർത്തിൽ നവ്യ ഹരിദാസ് എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഒരു BJP എയിം ചെയ്യുന്നത് ഒരു 2036 തിരുവനന്തപുരം പോലെ അല്ലെങ്കിൽ നേമം, വട്ടിയൂർക്കാവ് പോലെയൊക്കെയുള്ളൊരു മണ്ഡലമായിട്ട് കോഴിക്കോട് നോർത്തിനെ മാറ്റണം എന്നുള്ളതാണെന്നാണ് എനിക്ക് അവരുടെ ഒരു ബിഹേവിയറിന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് അവിടെ BJP അനുകൂല വോട്ടുകൾ രൂപപ്പെടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സോഷ്യൽ അരിത്മെറ്റിക് മറ്റുള്ള മണ്ഡലങ്ങളെക്കാളും ഡിഫറെൻ്റ് ആയതുകൊണ്ടോ? അവിടെ കുറേയും കൂടി ഒരു BJP അനുകൂലമായിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ളൊരു മണ്ഡലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ തവണ 7 സീറ്റ് ഉണ്ടായിരുന്ന കോർപ്പറേഷനിൽ അവർക്ക് 13 സീറ്റിലേക്ക് അവർ വരുന്നു. അതന്നെ കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പം മേയർ സീറ്റ് പിടിക്കുന്നു, അല്ലെങ്കിൽ നവ്യ ഹരിദാസോട് നിൽക്കുന്നു, അവർ ജയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഫ്യൂച്ചർ കോഴിക്കോടിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഈ ഒരു ജനറേഷൻ മാറിക്കഴിഞ്ഞാൽ വരാനുള്ള ജനറേഷനിലെ പ്രധാനപ്പെട്ട 3 ലീഡേഴ്സാണ് കോഴിക്കോട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അവരത് സ്ലോലി അവിടെ കോഴിക്കോട് അവരിങ്ങനെ വോട്ട് ഉയർത്തി വരുന്നു എന്നുള്ളത് നമ്മളത് പഠിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, അവർ ഓരോ ഘട്ടത്തിലും കോഴിക്കോട് നോർത്തിലാണ് അവർ ഫോക്കസ് ഉള്ളതെന്നും അത് ഓരോ ഘട്ടത്തിലും അവർ കൂട്ടി വരുന്നു എന്നുള്ളതും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.